ഗൈസ് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്കാണെങ്കിൽ ഒരു സോംബി വില്ലേജറിനെ കൂടെ കിട്ടിയായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്ന് അവനെ ക്യൂർ ചെയ്യണം ഗൈസ്. അതിനായിട്ട് ഗൈസ് നമുക്ക് അവൻ്റെ ബ്രൂവിങ് സ്റ്റാൻഡില്ല, അതുണ്ടാക്കാനായിട്ട് നമുക്ക് മറ്റേ ബ്ലേസ് റോഡ് വേണം. അതിന് ഫോർട്രസ്സിൽ പോകണം ഗൈസ്. ഞാനാണെങ്കിൽ ഫോർട്രസ്സൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ നെതറിൽ പോയായിരുന്നു ഗൈസ്. ബൈ ഞാൻ ഹോഴ്സിനോട് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഹോഴ്സിനോട് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അവൻ റെക്കോർഡ് ചെയ്ത് അവൻ്റെ ഫോണാണെങ്കിൽ ഇത്ര ഡിസ്പ്ലേ പോയെന്ന്. ആ വീഡിയോ ഇനിയിപ്പോൾ കിട്ടുമെന്ന് തോന്നുന്നില്ല. അവൻ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ പോയി കുറേ നേരം ഇങ്ങനെ അലഞ്ഞിരുന്നപ്പോൾ ഒരു ഫോർട്രസ് ഉണ്ട്. ബാസ്റ്റൺ അവിടെ ഒന്നും കണ്ടില്ല ഗൈസ്. ഒരു ഫോർട്രസ് ഉണ്ടായിട്ടിരുന്നു ഗൈസ്. ഒരു ഡിറക്ഷനിലോട്ട് ഇങ്ങനെ പോയപ്പോഴാണ് ഗൈസ് നമുക്ക് ഏതായാലും അങ്ങോട്ട് പോയിട്ട് ബ്ലേസിനൊക്കെ ഒന്ന് ബ്ലേസ് റോഡ് എടുത്തിട്ട് വന്നിട്ട് ബ്രൂയിങ് സ്റ്റാൻഡ് ഉണ്ടാക്കും ഗൈസ്. കണ്ട ഗൈസ്, നമ്മുടെ പോർട്ടിലിരിക്കുന്നൊരു ഇത് ബസാൾട്ട് ബയോമിലാണ് ഗൈസ്. ഇവിടെ നിറച്ച് മാഗ്മയാണ്. ഞാൻ മാത്രമല്ല അവനും കുറേ തവണ ചത്തായിരുന്നു ഗൈസ്. ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഗൈസ്. പിന്നെ ഗൈസ് നമുക്കൊരു പോഷൻ ഉണ്ടാക്കാൻ ഈ മഷ്റൂമിൻ്റെ ആവശ്യമുണ്ട്. ഇവരെ കൊണ്ട് ഒടുക്കത്തെ ശല്യമാണ് ഗൈസ്. ഇവിടുന്ന് എങ്ങോട്ടോ ആയിരുന്നു. ഇട്ടിരിക്കുന്നു തേടിയ വള്ളി കാലിൽ ചുറ്റി ഗൈസ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിൻ്റെ അപ്പുറ സൈഡിലാണ് വന്നു തോന്നുന്നു ഗൈസ്. ഞങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയൊന്നും ഇല്ല. ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടേ ഉള്ളൂ ഗൈസ്. ഇനി ഈ മഷ്റൂമായിരുന്നു ആവശ്യം, അതും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈസ് റിപ്ലേസിക്കുന്നത് നമുക്ക് അവനെ വേണം. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നൈസിനും കയറി നോക്കാം. ഇവിടെ എന്തെങ്കിലും അവിടെ ഒരു പ്ലേസ് നിൽപ്പുണ്ട്. അവനെ കൊന്നിട്ടാണെങ്കിൽ അവൻ 2 ഡ്രോപ്പ് ചെയ്താൽ കുറച്ചും കൂടെ സിമ്പിളാകും കാര്യങ്ങൾ തോന്നുന്നു. സ്കെൽട്ടൺ നിൽക്കുന്നു. വിതർ സ്കെൽട്ടൺ വരായിരുന്നു മതിയായിരുന്നു. അവൻ്റെ മറ്റേ പോയിസണൊക്കെ അയ്യോ ആ ഒരു ബ്ലേസ് ഒന്നും തന്നില്ല. ഇതുകൊണ്ടൊരു വിതർ സ്കെൽട്ടൺ അവന് വരാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അവൻ്റെ സ്റ്റക്കായി നിൽക്കണം തോന്നുന്നു. അവനെ കൊന്നൊക്കെ ഹെഡ് ഡ്രോപ്പ് ചെയ്താൽ ഗൈസ് നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ബ്ലേസ് പോണറോ എല്ലാം ഇവിടെ കണ്ട സിമ്പിളായിരുന്നു. ഇതിൻ്റെ മണ്ടയ്ക്കല്ല ബ്ലേസ്. അയ്യോ വിതർ സ്കെൽട്ടൺ. ചത്ത് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്നെ കൊല്ലം. അതുകൊണ്ട് മറ്റേ നെതർ പാർട്ടും ഒരു ബ്ലേസ് നിൽക്കുന്നു. കുറച്ചും കൂടി സിമ്പിളായി നമുക്ക് പോഷൻ ഉണ്ടാക്കാനുള്ള നെതർ പാർട്ട് അവിടെ നിൽപ്പുണ്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇനി വേറെ? ഇവിടെ ആരെങ്കിലും ഉണ്ട് അവരെ ക്ലിയർ ചെയ്തിട്ട് പോകാം ഗൈസ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഗൈസ് ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന് ധൈര്യത്തോടെ താഴോട്ട് പോകാം ഗൈസ്. ബ്ലേസ് ഐ ആം കമ്മിങ്. എവിടെടാ നീ? ഗൈസ് അവനെ കാണുന്നില്ലല്ലോ. നമുക്ക് എത്ര പെട്ടെന്ന് ഈ നെതർ പാർട്ടും കൂടെ എടുക്കണം ഗൈസ്. ആ ബ്ലേസ് അങ്ങോട്ട് പോയി കാണും ഗൈസ്. നമുക്ക് ഈ 2 അടച്ചേക്കാം ഗൈസ്. ഇല്ലെങ്കിൽ വല്ല വിതർ സ്കെൽട്ടറും കയറുന്ന പിന്നെ ആ പണിയായിരിക്കും ഗൈസ്. പറയണ്ട ഗൈസ്. ഇതിനിപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പുറകിലാരെങ്കിലും ഉണ്ടോ? ഇവിടെയും കൂടെ അടയ്ക്കാതെ ഇതെടുക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് അതിരി അങ്ങ് പോയേക്കാം. ഇതെല്ലാം എൻ്റെ ഇത് ഈ സോൾസാനും കൂടെ എടുത്തേക്കാം ഗൈസ്. ഇത് നമുക്ക് ഫാം ചെയ്യാനായിട്ട് മറ്റേ ഈ നെതർ പാർട്ട് ഫാം ചെയ്യാനായിട്ട് ഇതും കൂടെ എടുത്തേക്കാം. തൽക്കാലത്തിന് ഞാൻ ഈ സൈഡിൽ ഇരിക്കാൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പുറം സൈഡിൽ ഇരിക്കുന്ന എടുക്കുന്നില്ല. കാരണം എങ്ങാനും ഞാൻ എവിടെയെങ്കിലും ലാഭയില്ല പോയി വീണാൽ ഇത് മൊത്തം പോവും. സോ ആ സൈഡിൽ ഇരിക്കുന്ന അവിടെ തന്നെ ഇരിക്കട്ടെ ഗൈസ്. ഇവിടെ ഒരു പിഗ്ലിൻ, സോംബിഫൈഡ് പിഗ്ലിൻ ഉണ്ട്. വേറെ ആരെയും കാണുന്നില്ലല്ലോ. വിതർ സ്കെൽട്ടൺ ഓടിക്കോ 2 പേരുണ്ടായിരുന്നത്. അമ്മ ഇങ്ങോട്ട് വരില്ലേ? ഒരു ബ്ലേസും കൂടെ നിൽപ്പുണ്ട്. ഓക്കെ ബ്ലേസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. വിതർ സ്കെൽട്ടന്മാരവിടെ നിൽക്കും. ഇവിടെ നിന്നിട്ട് അവന്മാർ അടിച്ചിട്ടാൻ പറ്റൂ? ഇവിടെ ബ്ലേസ് തീ തുപ്പാൻ പോകണോ? കൊള്ളുന്നുമില്ല ഒരിടത്ത് എനിക്ക് ബ്ലേസ്. നീ ഇതെന്തോ നീ കാണിക്കുന്നത്? ആ വിതർ സ്കെൽട്ടൻ പോയാ? അയ്യോ ചാവടാ. അതുകൊണ്ട് ആ വിതർ സ്കെൽട്ടൻ ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന് തോന്നുന്നു. നമുക്കിവിടെ എന്നിട്ട് നൈസിനൊന്ന് അടിച്ച് നോക്കിയാലോ? വരാൻ പറ്റുമോ? അതിൻ്റെ അടുത്തോട്ട് ചെല്ലണ്ട. നമുക്കിവിടെ തന്നെ നിന്ന് ബോട്ടും കൊല്ലാം ഗൈസ്. എൻ്റെ ബോയും പോയി. എനിക്ക് എൻജാൻമെൻറ്റ്സ് ഉള്ള ഒരു ബോ പോയായിരുന്നു ഗൈസ്. മാഗ്മയുടെ കൊണ്ട് ചത്തിട്ട് എൻ്റെ ഒരു ബോ പോയായിരുന്നു. ഇപ്പം ഞാനൊരു നോർമൽ ബോ വെച്ചാണ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. ഇല്ലായിരുന്നു കുറച്ചും കൂടെ പെട്ടെന്ന് ചത്തനായിരുന്നു. തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് കയറി നിൽക്കാം. യോ ഇവിടെ ചാവ് താഴോട്ട് വളർന്ന ആളാണ്. ഇങ്ങോട്ട് അടിക്കൽ ഗൈസ്. ബ്ലേസ് റോഡ് കിട്ടി. അതുകൊണ്ട് വീണ്ടും വെതർ സ്കെൽട്ടൺ വരുന്നത്. ഉമ്മാരെയൊക്കെ ബോ വെച്ച് കൊല്ലുന്നതാണ് നല്ലത്. അടുത്തോട്ട് ചെല്ലുന്നത് വെരി ഡേഞ്ചറസ് ആണ് ഗൈസ്. ഫുഡ് കഴിക്കട്ടോ. ഹങ്കറും കുറേ നേരം. പക്ഷേ എൻ്റെ ഹെൽത്ത് നല്ല കുറവാണ് ഗൈസ്. നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് കയറി പോക്കാം. വേറെ ആരും വരുന്നില്ലല്ലോ. ആരെല്ലാം ഉണ്ടാവും കോയ്? ഗൈസ് ആരും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് മണ്ടലോട്ടൊന്ന് കയറി നോക്കാം. എനിബഡി ഈസ് ഹിയർ? ആർക്കടാ എന്നെ കൊല്ലുണ്ടത്? ഇറങ്ങി വാടാ ഇറങ്ങി ഗൈസ്. നമുക്ക് ആവശ്യം. അയ്യോ വേണ്ടി വരുന്നു. പടാ ദൂരെ പോ പോരേ.
ഗൈസ് എത്ര വരെ കൊന്നു, നമ്മളൊന്നും ഹെഡ് ഡ്രോപ്പ് ചെയ്തില്ല. അവൻ്റെ ഒരു ഉണക്ക സ്റ്റോൺ സോഡ് ആർക്ക് വേണം, ഡയമണ്ട് സോഡൊക്കെ ആയിരുന്നെങ്കിൽ പവർ ആനായിരുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് ചാവുകയും ചെയ്തു. എൻ്റെ ഒന്നാമത് അവർക്ക് പോയിസണും ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഡയമണ്ട് സോഡും കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ട, തീർന്നു. ഗൈസ് കൊണ്ട് അവിടെയും കൂടെ ബ്ലേസ് നിൽക്കുന്നു, അവനെ കൂടെ കൊല്ലിയോ. എനിക്ക് ഹെൽത്തില്ല. കവർ ചാവല് ഫുഡ്. അയ്യോ ഗൈസ് ഇപ്പം വിതർ സ്കെൽട്ടൺ വല്ലതും കയറുന്ന തീരും. ശാന്തനാകൂ മകനെ, ശാന്തനാകൂ. ചാവടാ. ഗൈസ് അവനും ചെത്താനും തന്നില്ലെന്ന് തോന്നുന്നു. നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. അപ്പുറത്ത് അതുകൊണ്ട് ഈ സോരിച്ചിനവിടെ നിൽപ്പുണ്ട്. നമുക്ക് ഈ കോബിൾ സ്റ്റോണിൻ്റെ അടിയിൽ കൂടെ അടിക്കാൻ പറ്റുമോ നോക്കാം. അവൻ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. നമുക്കിതിൻ്റെ അടിയിലാണെങ്കിൽ ഒരു ബ്ലോക്കിൻ്റെ ഒരു ഗ്യാപ്പുണ്ട്, അതുവരെ അടിക്കാൻ പറ്റും. നമുക്ക് കയറാനും പറ്റുന്നില്ല. ഇവരെ അടിക്കാൻ പറ്റുമോ? ഒരു ഹെൽത്തും ഇല്ല, ഫുഡ് കിട്ടും. ഇവരെ അടിക്കാൻ പറ്റുമോ? നീ ഇവിടെ ഗൈസ് ഇതുവരെ അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് മണ്ടാച്ച് നമുക്ക് ഈ ബ്ലോക്ക് പൊട്ടിച്ചേക്കും ഗൈസ്. ഇങ്ങോട്ട് ചവ് ഇങ്ങോട്ട് അവിടെ ഇവിടെ നിനക്കല്ല എന്നെ കൊല്ലോട്ടെ. ഇങ്ങോട്ട് വന്നെന്നെ കൊല്ലി. എനിക്ക് തീരെ എഴുത്തില്ല, ഓടി വാ. ഒന്ന് വാടാ, അവിടെ കിടന്ന് കറങ്ങാതെ. എനിക്ക് പോയിട്ട് ഉറപ്പാണുണ്ട്. ചവ് തന്നാ ഓക്കെ. സാധനം തന്നിട്ടുണ്ട്. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അയ്യോ അതുകൊണ്ട് വേറൊരുത്തും കൂടെ ഇരുന്ന് ഇവനെ കുറെ കൊന്നിട്ട് വീട്ടിൽ പോയാലോ? അവനെ കൂടെ കൊല്ലണോ അത് പോണോ? ഗൈസ് നമുക്കങ്ങ് തിരിച്ചു പോകാം. ഇപ്പോൾ നമുക്കൊരു പ്രൂവിങ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് മരയ്ക്ക് പറയാം ഗൈസ്. ഓക്കെ, ഒരു പ്ലേസ് കൂടെ മതിയായി ഗൈസ്. ഇതിനിപ്പോൾ നമുക്ക് എവിടെ വെക്കാനാണ്? നമുക്കിതിപ്പോൾ ഈ സൈഡിലോട്ട് വെച്ചാലോ?